സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51 വാക്യങ്ങൾ, അതിൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് ആമുഖമായി ഗ്രന്ഥകാരൻ രചിച്ചിരിക്കുന്ന ഗ്രന്ഥകാരൻ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ വെളിപ്പെടുത്തുന്നതാണ് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് 19 മുതൽ 28 വരെയുള്ള ഭാഗം യേശു ക്രിസ്തുവിന്റെ സ്നാനശുശ്രൂഷയുള്ള ബന്ധത്തിൽ യേശു ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി അത്യുന്നത പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്ന കുറെ ഭാഗങ്ങളാണ് അതിന്റെ 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിൽ മറിഞ്ഞിരുന്ന ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന ലോകപാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടാണ് യേശു എന്ന് വെളിപ്പെടുത്തുന്ന യോഹന്നാന്റെ സാക്ഷ്യ പ്രസ്താവനയാണ് അതിന്റെ 1 മുതൽ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനെ ബന്ധത്തിൽ സ്നാനപ്പെടുത്തി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അതിൽ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വെളിപ്പെടുത്തുമ്പോൾ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിനോടുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ 2 ആടുകളുടെ ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തുന്നു. നമ്മളത് വിശദമായി പഠിക്കുന്നതായിരിക്കും. ലേവ്യ പുസ്തകത്തിൽ പാപപരിഹാര ദിവസത്തിൽ നടക്കുന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നടത്തുന്ന ശുശ്രൂഷ ബന്ധത്തിൽ 2 ആടുകളെ വേർതിരിച്ച് നിർത്തുന്ന അതെന്തായിരുന്നു എന്നുള്ളതിനെ വെളിപ്പെടുത്താനാണ് ഇവിടെ 2 ആടുകളെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഇവിടെ പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടും, ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്, ഒന്നല്ല. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിട്ട് 36-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അതെന്താകുന്നു എന്നുള്ളത് നമ്മൾ ലേവ്യ പുസ്തകമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ 7-ാം മാസത്തിൽ നടക്കുന്ന പാവപരിഹാര ദിവസം നടക്കുന്ന സുഷോഭത്തിൽ 2 ആടുകളെ വേർതിരിച്ചതിനുള്ള ബന്ധത്തിൽ അതിനെയാണ് ഇവിടെ ഈ 2 ആടുകളുള്ള ബന്ധത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. പിറ്റന്നാൾ അപ്പോൾ അതോടനുബന്ധമായിട്ട് ഈ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനോടുകൂടെ പാർക്കുന്ന 2 ശിഷ്യന്മാരെ വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടി അവനെ അനുഗമിച്ചിട്ട് യോഹന്നാന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ടിരുന്ന 2 ശിഷ്യന്മാർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 2 പേര്, 2 ശിഷ്യന്മാർ ആരൊക്കെയാണെന്നുള്ളത് ഒരാളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അന്ത്രയോസാണ് ഒരാളുടെ പേര്, മറ്റേയാളുടെ പേര് യോഹന്നാനാണ്. യോഹന്നാൻ ആണെന്ന് പറയാൻ കാരണം യോഹന്നാൻ ഒരിടത്തും തന്റെ പേര് വെളിപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടില്ല. 2 ശിഷ്യന്മാർ ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി യോഹന്നാൻ തന്നെയാണ് അതിലെ ഒരു ശിഷ്യൻ. 2-ാമത്തെ ആള് പത്രോസിന്റെ സഹോദരനായിരിക്കുന്ന അന്ത്രയോസാകുന്നു. അവര് യേശുവിനോട് കണ്ടുമുട്ടുന്നതും ക്രിസ്തുവിനോടുകൂടെ ഒരുമിച്ച് പാർക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് അതിന്റെ 1 മുതൽ 35 വരെയുള്ള 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവുമായിട്ട് കണ്ടുമുട്ടുന്ന യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നവർ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുന്നതിനെ കുറിച്ചും യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി അവരോട് മറ്റുള്ളവരോട് തന്റെ കുടുംബത്തോടും ചർച്ചക്കാരോടൊക്കെ യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നതാണ് ആ ഭാഗങ്ങൾ. അതിനെ തുടർന്നുള്ള 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിന്റെ ശിഷ്യഗണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ്. 12 ശിഷ്യന്മാരെ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ സുപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ 4 സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവരെ രേഖപ്പെടുത്തിനകത്ത് 4 ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി
12 ശിഷ്യന്മാരിൽ 4 ശിഷ്യന്മാരെ വേർതിരിച്ച് എടുക്കുന്നതുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ സംക്ഷിപ്ത രൂപം. നമുക്കറിയാം, ഇതിനകത്ത് യോഹന്നാനെ, അതുപോലെ അന്ത്രയോസിനെ, പത്രോസിനെ, അതുപോലെ പീലിപ്പോസിനെ, ഇങ്ങനെ 4 ശിഷ്യന്മാരെ ഈ 1-ാം അധ്യായത്തിൽ 12 പേര് 4 പേരെ പ്രധാനമായി വേർതിരിച്ച് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ യഥാർത്ഥമായ സാക്ഷാൽ ഇസ്രായേലിനായിരിക്കുന്ന നദരിയുള്ള സംഭാഷണത്തിൽ ഒന്ന്. നദരിയിലാണ് യഥാർത്ഥത്തില് അത്യാകുന്ന ഇസ്രായേലിനെ വെളിപ്പെടുത്തി സാക്ഷാൽ ഇസ്രായേലിനാണെന്നുള്ള വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ കാണിച്ച് 1-ാം അധ്യായം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. ഇപ്പോ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വരുന്ന സമയം മുതലുള്ള ഹിസ്റ്ററിയാണ്, ചരിത്രമാണ് സുവിശേഷനായിരിക്കുന്ന ഈ യോഹന്നാൻ സാധാരണ ഭാഷ എഴുതിയിരിക്കുന്നെങ്കിൽ അവൻ ആമുഖത്തിൽ പറയുന്നത് ആ 30 വയസ്സിന് മുമ്പുള്ള യേശു ജനിക്കുന്നതിന് മുമ്പ്, മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുള്ള വചനമായിരിക്കുന്ന ദൈവത്തെ ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടാണ് ഈ 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ സ്നാനം മുതലുള്ള കാര്യങ്ങളെ കുറിച്ചും ഇതിലൂടെ വെളിപ്പെടുത്തി. അപ്പോൾ യോഹന്നാൻ യേശുവിനെ വചനമാകുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷമായി അവന്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാനപ്പെട്ട ശേഷമായിട്ട് ശിഷ്യന്മാരെ വേർതിരിക്കുന്നതിനെ കുറിച്ചും യഥാർത്ഥമായിരിക്കുന്ന സാക്ഷാൽ ഇസ്രായേലായിരിക്കുന്ന നദിയിലെ സംസാരിക്കുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഓരോ വാക്യങ്ങളും എടുത്ത് ചിന്തിച്ച് പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ പൊതുവായിട്ടുള്ള ഈ 1-ാം അധ്യായത്തിന്റെ ഒരു ഏകദേശ രൂപം എന്ന രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത് ഈ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള വചനം ചിന്തിച്ചാണ് നിർത്തിയത്. അപ്പോൾ ദൈവത്തെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ മാറും. ഇതിനുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ കഷ്ടങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മക്കളായി ജനിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങൾക്ക് അപ്പുറമായി നിത്യമായിരിക്കുന്ന ഒരു തേജസ്സിന്റെ ഖനം നമ്മുടെ മേലുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിനെ കൈക്കൊണ്ട് മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ. അതുകൊണ്ട് അതല്ല, ഇപ്പോൾ ഇവിടെ സുഖലോലുപരായി ലോകത്തിന്റെ എല്ലാ നന്മയും അനുഭവിച്ച് ദൈവമില്ലാതെ ജീവിച്ചു പോകുന്നവർ ഒരുപക്ഷെ ലോകത്തിൽ വേദന കാണത്തിലായിരിക്കും, കഷ്ടത കാണത്തിലായിരിക്കും. എന്നാൽ അവർ അനുഭവിക്കാൻ പോകുന്ന വേദന നിത്യവേദനയാണ്. അതുകൊണ്ട് അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും എന്ന് പറയുന്നത്, കുറഞ്ഞു പോകുന്നല്ല, വർദ്ധിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വർദ്ധിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണാനന്തര ശേഷമായി പാതാളത്തിലോ നരകത്തിലോ ചെന്ന ശേഷമായി അവസാനമായി നിത്യനരകാഗ്നിയിലെ കഠിനയാതനയ്ക്കും വേദനയ്ക്കും വേണ്ടി ഇരുളിലേക്ക് എറിയപ്പെടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിനെ അംഗീകരിച്ച് ആരെല്ലാം വെളിച്ചത്തിന്റെ മക്കളായിത്തീരുന്നോ, ദൈവത്തിന്റെ മക്കളായിത്തീരുന്നോ, അവർക്ക് ഭൂമിയിലെ താൽക്കാലികമായ ജീവിതത്തിൽ ഒരുപക്ഷെ വേദനകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും നിത്യതയിൽ ദൈവത്തോടൊപ്പം ഒരുമിച്ച് സന്തോഷിപ്പാൻ, വെളിച്ചത്തിൽ വസിപ്പാൻ, വിശുദ്ധന്മാർക്ക് വേണ്ടി വെളിച്ചത്തിൽ വെച്ചിരിക്കുന്ന തേജസ്സിന്റെ ഫലം പ്രാപിപ്പാൻ ഇടയായിത്തീരും എന്നാണ് ഇവിടെ കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാൻ ഇടയായിട്ടുള്ളത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തു മുഖാന്തരമുള്ള വിടുതലിനെ കുറിച്ചും അവൻ മുഖാന്തരമായി ദൈവമക്കളായി തീരുവാൻ കഴിയുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് ഈ 1-ാം അധ്യായത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ ദൈവപുത്രനെയും ദൈവപുത്രനാൽ വേർതിരിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെയും കുറിച്ചുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ആശയമാണ് യോഹന്നാൻ ഈ സുവിശേഷത്തിൽ പ്രാരംഭത്തിൽ തന്നെ പങ്കുവെക്കുന്നത്. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ
വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ലോകത്തിൽ മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അധികാരം ദൈവത്തിൽ വിശ്വസിച്ച് അവനെ കഥാവിനിഷ്ഠിതമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അധികാരം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യകരമായിരിക്കുന്നതും ആ അധികാരം ദൈവം നമുക്ക് തന്നു എന്നുള്ളതാണ്. ദൈവമക്കളാകുക, വെളിച്ചത്തിന്റെ മക്കളായി തീരുക, മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരിക എന്നുള്ളത് സ്വർഗീയ അധികാരമാണ്. ആ അധികാരം ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് തന്നിരിക്കുന്നു. അത് പുതിയ നിയമത്തിന്റെ ഏറ്റവും പവിത്രമായിരിക്കുന്ന ഒരു വാക്തത്വവും അത് വരവുമാണ് എന്നുള്ളത് നാം ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അവരാരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയ അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത് ലോകത്തിലുള്ളതിനെ പോലെ അല്ല എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയാണ്. ലോകത്തിൽ നിന്ന് ജനിച്ചത് പോലെയല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും ലോകപ്രകാരം ലോകത്തിൽ നിന്ന് ജനിച്ചവരായിരുന്നു. എന്നാൽ വീണ്ടും ജനനത്താൽ നാം ലോകക്കാരെ പോലെ അല്ല, അതിന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മക്കളായി തീർന്നു. നമുക്ക് ഈ വീണ്ടും ജനനം എന്നുള്ളത് അതൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമല്ല. ഇത് വിചാരിക്കുന്നത് വെള്ളത്തിൽ പോയി ആരെങ്കിലും രക്ഷപ്പെടുത്തി അത് വീണ്ടും ജനനമാണെന്ന് പറയും, വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. അത് ഭൗമികമാണ്, വീണ്ടും ജീവിതമല്ല. അങ്ങനെ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു എടുത്തു, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് ഒരു ഡോക്ടർ നമ്മളെ രക്ഷിച്ചു, അതല്ല വീണ്ടും ജനനം. അത് ലോകപ്രകാരമുള്ള ഒരു വീണ്ടും ജനനമാണ്. എന്നാൽ നമ്മുടെ വീണ്ടും ജനനം അങ്ങനെയല്ല. നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് അത് ലോകപ്രകാരമുള്ള ഒരു വീണ്ടും ജനനമല്ല എന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. രക്തത്തിൽ നിന്ന്, അതിന്റെ അർത്ഥം അതിനെല്ലാ ജനനങ്ങളും രക്തത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ ആദമിൽ നിന്നുള്ള രക്തത്തിൽ നിന്നുള്ള ജീവിതമല്ല, ജനനക്രമത്തിലൂടെയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ജനിക്കുന്നത് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് രക്തത്തിൽ നിന്നല്ല, അതിന്റെ അർത്ഥം മനുഷ്യന്റെ രക്തത്തിൽ നിന്നല്ല, മനുഷികമായിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്നല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ദൈവമക്കളായി കഴിയുമ്പോൾ, നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജനനം അത് ബയോളജിക്കലായിട്ടുള്ള ഈ രക്തത്തിലൂടെ, ആധുനിക രക്തത്തിൽ നിന്നുള്ള ഒരു ജനനമല്ല. അത് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ ജലത്തിലായിരിക്കുമ്പോൾ. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഉരുവായിരിക്കുന്നത്, അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള മനുഷ്യനെ ഉരുവാക്കിയിരിക്കുന്നത് അത് ഇപ്രകാരമുള്ള ജലപ്രകാരമുള്ള ഒരു, അല്ലെങ്കിൽ മനുഷ്യന്റെ ആ രക്തബന്ധത്തിൽ നിന്നുള്ള ഒരു ജനനത്തിലല്ല എന്നാണ് ഇവിടെ രക്തത്തിൽ നിന്നല്ല. പിന്നെ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല എന്നതിന്റെ അർത്ഥവും പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്നത് പറയുമ്പോൾ, ഒന്ന് രക്തത്തിൽ നിന്നല്ല എന്നുള്ളത് ആധുനിക പാരമ്പര്യത്തിൽ നിന്നല്ല എന്നുള്ളതിനെയാണ് അത് വെളിപ്പെടുത്തുന്നത്. രണ്ടാമത് പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു വിഭാഗ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന മക്കൾക്കാണ് പിതാവുള്ളത്, പിതാവ്. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് പിതാക്കന്മാരില്ല, പിതാവെന്ന് പറയാണ്ടില്ല. അതുകൊണ്ടാണ് ജഡത്തിന് ഇഷ്ടത. അപ്പൊ നമുക്ക് അബ്രഹാമിന്റെ രണ്ട് മക്കളെ കുറിച്ച് ഗലാത്യർ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചത് വിവാഹ ബന്ധത്തിൽ നിന്ന് സാറായിക്കുണ്ടായ മകനാണ്. അത് വാക്തത്വമാണ്. അത് അബ്രഹാമിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഉളവായതാണ്. എന്നാൽ ഹാഗറിൽ നിന്നുണ്ടായ, മിസ്രൈമിദാസിൽ നിന്നുണ്ടായ ഇസ്മായിലിനെ കുറിച്ച് ഗലാത്യർ പറയിക്കുന്നത് അത് ഒരിക്കലും അബ്രഹാമിന്റെ മകൻ എന്ന് പറയാതെ സാറായുടെ സാറായുടെ ദാസിയായി, മിസ്രൈമിദാസിയായിരിക്കുന്ന ഹാഗർന്ന ഇസ്മായിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവാഹത്തിൽ പെടാതെ ഒരു ബന്ധത്തിനുണ്ടായതിനെയാണ് ജഡത്തിൽ നിന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് തിരുവചനപ്രകാരമുള്ള ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പം ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷനിഷ്ടത്താലുമല്ല. എന്നാൽ പുരുഷനിഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ അത് വിവാഹത്തോടുള്ള ബന്ധത്തിൽ
ഉണ്ടാകുന്ന ബന്ധത്തോടുള്ള പിതാവിനെ പറയുന്ന ഒരു ബന്ധമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഏത് വിധത്തിലാണെങ്കിലും ഇങ്ങനെയൊന്നും അല്ല ദൈവമക്കൾ ജനിച്ചിരിക്കുന്നതാണ് എന്റെ അർത്ഥം എന്നോട് ഞാൻ പറയാം. പാരമ്പര്യമായിട്ടുള്ള ഒരു മനുഷ്യ ജന്മമല്ല. അതുപോലെ തന്നെ ജനതനിഷ്ഠതല്ല എന്റെ അർത്ഥം വിവാഹമോ അല്ലെങ്കിൽ പിതാക്കന്മാരുണ്ടാകുകയോ അല്ലെങ്കിൽ ഇഷ്ടത്തോടുകൂടി ജനിക്കുകയോ അല്ലെങ്കിൽ പോലും അത് ആ ഒരു ബന്ധത്തിലല്ല ജനിച്ചിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താൽ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അത് ആ ബന്ധത്തിലുമല്ല ഇവിടെ ദൈവമക്കൾ ജനിച്ചിരിക്കുന്നതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജഡത്തിന്റെ ഇഷ്ടത്തിലല്ല എന്ന് പറയുമ്പോൾ, ജഡത്തിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് വിശദീകരിച്ചു പോകുന്നില്ല. അപ്പൊ നമുക്കത് മനസ്സിലാകും ജഡത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത്. അപ്പൊ അവർ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹത്തിലല്ല, അത് ജഡത്തിന്റെ ഇഷ്ടമാണ്. എന്നാൽ വിവാഹത്തിലുള്ള ഒരു ബന്ധമാണ് പുരുഷനിഷ്ടത്താൽ ജനിക്കുന്ന പിതാവ് അല്ലെങ്കിൽ ജനകൻ ഒരു ജനിപ്പിക്കുന്നവന്റെ പേര് പറയുന്ന ഒരു ബന്ധത്തിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലുമല്ല ദൈവമക്കൾ ഉരുവാകുന്നത്. അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ജനിച്ചത്. അത് മനുഷ്യന്റെ പാരമ്പര്യപ്രകാരമോ അല്ലെങ്കിൽ പുരുഷന്റെ ഇഷ്ടമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ പുരുഷന്റെ ഇഷ്ടത്തോടു കൂടി ജനിക്കുന്ന ബന്ധത്തിലൂടെയോ ഉള്ള സാധാരണ രീതിയിലുള്ള ജനനക്രമത്തിലൂടെ അല്ല ദൈവമക്കൾ ജനിക്കുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടത്താൽ ആണ് എന്നാണ്. ദൈവത്തിൽ മാത്രമേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അവരെയാണ് ദൈവ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്നത് അതേക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായ രീതിയിൽ ലേഖനം എഴുതുമ്പോൾ ഈ കാര്യത്തെ അപ്പോസ്തലനായ യോഹന്നാൻ ഒന്നുകൂടി വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 18 വാക്യങ്ങളെ പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം ഈ ആധുനിക പാരമ്പര്യത്തിൽ ആര് ജനിച്ചാലും, അത് വിവാഹത്തിലൂടെ ജനിച്ചാലും വിവാഹ ബന്ധത്തിന് പുറത്ത് ജനിച്ചാലും അടിമയായ സ്ത്രീ പ്രസവിച്ചാലും അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചാലും ഇവരെല്ലാം പാപത്തിലാണ് ജനിക്കുന്നത്. പാപത്തിലാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതിന് ആരും പാപം ചെയ്യില്ല എന്ന് അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ മനുഷ്യപ്രകാരമുള്ള ഏത് വിധത്തിലുള്ള ജനം, അത് റോയൽ ഫാമിലി ജനിച്ചാലും അത് ചെറ്റക്കുടലിൽ ജനിച്ചാലും രാജകുടുംബത്തിൽ ജനിച്ചാലും ആ ജനനമെല്ലാം മനുഷ്യ പാപത്തിൽ നിന്ന് ഉള്ള ജനനങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്തത്വമല്ല, ജഡദൃഷ്ടമല്ല, പുരുഷനിഷ്ടമല്ല. പാപം മാറിയുള്ള ഒരു ജനനവും ലോകത്തിലില്ല. മനുഷ്യനുള്ള ബന്ധത്തിൽ, ആധുനിക ബന്ധത്തിൽ ജനിക്കുന്ന സകല മക്കളും അത് എങ്ങനെ ജനിച്ചാലും, ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ചുകൂടെ നമ്മൾ ആധുനിക വെച്ച് നമ്മൾ നോക്കിയാൽ അത് ടെസ്റ്റ് ട്യൂബിൽ ജനിച്ചാലും ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെടുത്താലും ഏത് വിധത്തിലാ ജനിച്ചാലും പാപം മാറുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപത്തിന് മാറ്റമുണ്ട്. ഇപ്പൊ നമുക്കറിയാം പുതിയ ടെക്നോളജി അനുസരിച്ച് സ്ത്രീകൾ ഗർഭം ധരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെ കൃത്രിമമായിട്ടുള്ള ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും അങ്ങനെ ജനിച്ചാൽ പോലും ഈ പാപം മാറിപ്പോകുന്നില്ല, മനുഷ്യന്റെ പാപം മാറുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അതൊരു പ്രത്യേക ജനനമാണ്. അത് ക്രിസ്തു മുഖാന്തരമുള്ള ജനനമാണ്. യേശു ക്രിസ്തു മുഖാന്തരം പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ക്രിസ്തു മുഖാന്തരമുള്ള വിടുതൽ, ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്നുള്ള ജനന മുഖാന്തരമായി ജനിക്കുന്ന ദൈവമക്കളിൽ പാപത്തിന് സ്ഥാനമില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അർത്ഥം. നമുക്ക് ഈ 1 യോഹന്നാന്റെ ലേഖനം കൂടി പഠിക്കുമ്പോഴേ ഇതിന്റെ അർത്ഥം നമുക്ക് യഥാർത്ഥത്തിൽ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ യഥാർത്ഥമായ അർത്ഥം അത് വ്യാഖ്യാനിച്ച് ലഭിക്കണമെങ്കിൽ ഇതേക്കുറിച്ച് പിന്നീട് യോഹന്നാൻ ലേഖനം എഴുതിയ ഭാഗം കൂടി ഒരുമിച്ച് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത്.
ഇവിടെ ഞാൻ വായിച്ച 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാം വാക്യം കൂടി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതും ഇല്ല. അപ്പോൾ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. അപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ് മനുഷ്യവംശം മുഴുവൻ. എന്നാൽ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ സമൂഹത്തെയാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ദൈവത്തിന് ജനിച്ചിരിക്കുന്നവൻ ആരും തന്നെ പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താൻ സൂക്ഷിപ്പാനുള്ള വിവേകം ദൈവം നമുക്ക് തന്നിട്ട്, പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വളരെ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും ഉന്നതന്മാരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഉന്നത ശ്രദ്ധയേക്കാൾ ഒക്കെ ഉണ്ടെങ്കിലും പാപം അവരിൽ നിന്ന് മാറുന്നില്ല. അതിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു വലിയ തിരിച്ചറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും യേശുക്രിസ്തു പാപമോചകനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ആ വിശുദ്ധിയുടെ ഒരു പ്രത്യേക അധികാരം, അത് ലോകത്തുള്ള ഏത് വലിയ വ്യക്തിയെക്കാളും നമ്മളെ വ്യത്യസ്തത ഉളവാക്കുന്ന. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, അവർ പാപം ചെയ്യാതെ തന്നെത്താൻ അവരെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാപം ചെയ്യാന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ കൊണ്ട് പോലും പാപം ചെയ്യാതെ ഇരിപ്പാനായിട്ട് ദൈവമക്കൾ ശ്രദ്ധിക്കണമെന്നാണ് ദൈവത്തിൽ നമ്മളെ അനുശാസിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. മറ്റുള്ളവരല്ല നമ്മളെ സാക്ഷ്യം പറഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കേണ്ടത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. എന്നെ നീതീകരിക്കുന്നത് എല്ലാവരും കൂടി പറഞ്ഞാൽ നീതീകരിക്കുന്നത്. എന്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ദൈവമായിട്ടുള്ള ഒരു ഭയഭക്തി, ഒരു ദൈവഭയം ഉണ്ടെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കും. ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവർക്ക് തന്നെ സൂക്ഷിപ്പാൻ കഴിയത്തില്ല. അവർ അടിക്കടി തെറ്റുകളിൽ അകപ്പെട്ടു പോകും. അവസാനം പിന്മാറ്റത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടും ദൈവഭയത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ശത്രു കീഴ്പ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്നത് ദൈവത്തിൽ ജനിച്ചിരിക്കുന്ന ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതില്ല. ദുഷ്ടൻ തൊടാതിരിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. ആ ദൈവത്തിന് ജനിച്ചവരെ ദൈവം അറിയുന്നു, അവരെ ദൈവം സൂക്ഷിക്കുന്നു. നാം മനഃപൂർവ്വമായി പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോകാതെ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കണം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഉദ്ദേശം. ഇപ്പം അതാണ് എന്റെ 11-ാം വാക്യത്തിന്റെ വചനം ദൃഢമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായിട്ട് തേജസ്സേക്കാം. ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം ആണ് ഈ ലേഖനം, ഈ സുവിശേഷങ്ങളിൽ ലേഖനമൊക്കെ എഴുതുന്നത്. ഇപ്പൊ യേശു ഭൂമിയിലായ സമയത്ത് അവരാരും എഴുതി വെച്ചത്. അതിനുശേഷമായി യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷമായി ഈ പുസ്തകം എഴുതാനുള്ള ദൈവകൃപ ഇവിടെ മേൽ വ്യാപരിച്ചപ്പോൾ അവർ അനുഭവിച്ചതും കണ്ടതും തൊട്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പറയാണ്, ഞങ്ങൾ കണ്ടതാണ്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിൽ ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതന്റെ തേജസ്സേക്കാൾ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ
ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലം അല്ലെങ്കിൽ സന്ദർഭം, സമയമാണ് നമ്മൾ കാണേണ്ടത്. വചനം ജഡമായിട്ട് നിന്ന് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്റെ ഇടയിൽ പാർക്കുവാൻ വേണ്ടി അവനെന്ത് ചെയ്തു? തേജസ് വെടിഞ്ഞ് ലോകത്തിൽ വന്നു. അവനിൽ വ്യാപരിച്ചിരുന്ന കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ദൈവത്തിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ നിറവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എഫേസ്യർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായം 19-ാം വാക്യത്തില് ഈ ദൈവത്തിന്റെ നിറവിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർക്ക് ലേഖനം വളരെയധികം സ്വാധീനതയുള്ളത് ഈ യോഹന്നാൻ അപ്പോസ്തലനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സഭയാണ് എഫേസ്യ സഭ. അവിടെ പൗലോസാണ് ലേഖനം എഴുതിയെങ്കിലും ഇവിടുത്തെ ഒരു മൂപ്പനായിരുന്നു, അല്ലെങ്കിൽ ഈ സഭയുടെ പഠിപ്പിക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന ഒരു ദൗത്യമറ്റെടുത്ത വ്യക്തിയായിരുന്നു ഈ യോഹന്നാൻ, കർത്താവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ. അതുകൊണ്ട് ആ ലേഖനത്തിലും നമുക്ക് യോഹന്നാന്റെ ടീച്ചിങ്ങിനെ കുറിച്ചുള്ള വളരെയധികം വ്യക്തമായ ചില ചിന്തകൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിറവ് എന്താണെന്നുള്ളത് 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തനാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളും എന്നാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആ നിറവ് ഏതാണ് ദൈവത്തിന് നിറവ് എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെ നിറയ്ക്കേണ്ടത് കൃപയും സത്യവും നിറഞ്ഞവരായിരുന്നു നമ്മുടെ കഥ. അപ്പോൾ കൃപയുടെ നിറവ്, സത്യത്തിന്റെ നിറവ്, കൃപയും സത്യം നിറഞ്ഞവരായിരുന്നു. കൃപ എന്നുള്ളത് നമുക്കറിയാം, അർഹതപ്പെടാത്തത് നൽകാനുള്ള നന്മയുടെ ഉറവിടമാണ് കൃപ. കൃപയുടെ ഉറവെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള, നമുക്ക് യാതൊരു അർഹതയുമില്ലാത്ത സ്വർഗീയ നന്മകൾ, സകലവിധ സ്വർഗത്തിലെ ആത്മീയ നന്മയുടെയും ഉറവിടമാണ് നമ്മുടെ കർത്താവ്. അതാണ് കൃപയെന്ന് പറയുന്നത്. കൃപയെന്ന് പറയുമ്പോൾ ഭൗമികമായിട്ട് നന്മകൾ ഇവിടെ പലർക്കും തരാൻ കഴിയും, പലർക്കും നൽകാൻ കഴിയും. പക്ഷെ എന്നാൽ സ്വർഗത്തിലെ സകല നന്മകൾ, സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ അത് നൽകാൻ വേണ്ടിയാണ് കൃപ നിറഞ്ഞവൻ നമ്മുടെ ഇടയിൽ അത് പാർത്തത്. വചനജടമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത്. അപ്പോൾ ഈ ഭൗമിക നന്മയല്ല, ആത്മീയ നന്മയുടെ ഉറവിടം, അവനിലാണ് സകലതും ഗുപ്തമായിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ സമർത്ഥ്യുള്ളതാക്കി തീർക്കുന്നത് വചനം വായിക്കുന്ന ക്രിസ്തു മുഖാന്തരമാണ്. യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അതാണ് ദൈവത്തിന്റെ നിറവ്. എല്ലാ നിറവിനോളവും നിറഞ്ഞവരികയും വേണം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും അത് നിറഞ്ഞു വരിക. അപ്പൊ ദൈവം നിറവുള്ളവനാണ്, തികഞ്ഞവനാണ്. അവന് മാത്രമേ അത് തികവുള്ളൂ. ബാക്കി ആർക്കും, മനുഷ്യക്കാർക്കും നിറവില്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനെയൊക്കെ വളരെയധികം തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനെ നോക്കി കൃപ നിറഞ്ഞത് എന്ന് പറയാൻ നമുക്ക് പാടില്ല. അവിടെ കൃപ ലഭിച്ചത് എന്നേ ഉള്ളൂ. കൃപ ലഭിച്ചവരാണ് നമ്മൾ. മനുഷ്യനെല്ലാം കൃപ ലഭിച്ചവരാണ്. ഒരിക്കലും കൃപ നിറഞ്ഞവളെ അല്ലെങ്കിൽ കൃപ നിറഞ്ഞവനെ എന്ന ഒരു മനുഷ്യനെയും സംബോധന ചെയ്യാൻ പാടില്ല. ദൈവത്തിന് നിറവാണ്.
നമ്മളൊക്കെ സത്യം ലഭിച്ചവരാണ്, സത്യം നിറഞ്ഞവരല്ല. സത്യത്തിന്റെ ദൈവം, കൃപയുടെ ദൈവം നമ്മളൊക്കെ ലഭിച്ചതാണ്. അതൊന്നും നിറഞ്ഞതല്ല നമുക്ക്. എന്നാൽ ആ നിറവിലേക്ക് നാം എത്തണം. ഞാൻ പറയാം, കൃപ നിറവ് എന്നുള്ളത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ നിറവിനെയാണ് കൃപയും സത്യം എന്ന് പറയുന്നത്. നമ്മൾ ആരും, മനുഷ്യരിലുള്ള ഒരു വ്യക്തി പോലും കൃപ നിറഞ്ഞവരോ അതുപോലെ സത്യം നിറഞ്ഞവരോ ആയിട്ടുള്ളവരല്ല. എന്നാൽ യേശുക്രിസ്തു ആണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ, അന്ന് യോഹന്നാൻ 1-ാം നൂറ്റാണ്ടിൽ ഈ സുവിശേഷം എഴുതുമ്പോൾ അന്നത്തെ വിശ്വാസികളെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, അവൻ എഴുതിയത് അന്നേരം അവിടെ ആ കാലഘട്ടത്തിലുള്ളവർ വായിക്കും, അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവരോട് പറയുകയാണ്, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ അവന്റെ ആ കാലഘട്ടത്തിൽ ജനിച്ചവരോടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സമകാലികരായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനതയോടാണ്, വിശ്വാസത്തിനോടാണ് ഇങ്ങനെയുള്ള സന്ദേശം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാനന്റെ തേജസ്സായി കണ്ടു. ഞാൻ പറയാം, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടത് എന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവർ കണ്ടതെന്നാണ്? അവർ മറുഭൂമലയിൽ വെച്ച് പത്രോസും യാക്കോബും യോഹന്നാനും ഈ ദൈവത്തിന്റെ തേജസ്, അവന്റെ മുഖ തേജസ്സിനെ കാണാനായിട്ട് ഇടയാത്തതാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടു. നമ്മുടെ ഇടയിൽ പാർത്ത്, അവൻ യേശുക്രിസ്തു എല്ലാവരുടെ ഇടയിൽ പാർത്തെന്നാൽ ദൈവത്തിന്റെ തേജസ് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് മറുമലയിൽ 13 പേർക്കായിരുന്നു. ഞങ്ങളൊരു പിതാവിൽ നിന്ന് യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പഴയ നിയമത്തിന്റെ അവസാന പ്രവചനമായിരിക്കുന്ന യോഹന്നാൻ യേശുവിനെ കുറിച്ചാണ് സാക്ഷീകരിച്ചത്. എന്നാൽ സാക്ഷി, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. പറയാണ്, ഞാൻ ഈ പറയുന്നത് എഴുതുമ്പോൾ അതിന് മുൻപിൽ യോഹന്നാനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ, അവൻ ആത്മപ്രേരിതനായി മരുഭൂമിയിൽ വന്നിട്ട് ഒരു ശുശ്രൂഷ തയ്ക്കാൻ വേണ്ടി യേശുവിനെ വെളിപ്പെടുത്തി അവൻ സാക്ഷീകരിച്ചു. ഇത് പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. അവൻ വിളിച്ചത് പറഞ്ഞത് മറ്റാരെ കുറിച്ചും ആയിരുന്നില്ല, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന വചനം ജഡമായി തീർന്ന കൃപയ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുവിനെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്. യഹൂദാ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, സാക്ഷ്യമായി വിളിച്ചു പറഞ്ഞത് അവനെ കുറിച്ചാണ് സാക്ഷീകരിച്ചതെന്ന് രാഗത്ത് രേഖപ്പെടുത്തി യോഹന്നാൻ പട്ടടിയാത്തതെന്ന്. അത് പറഞ്ഞു, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ നിറവിൽ, ഇപ്പോൾ യേശു ക്രിസ്തു ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവത്തിന്റെ നിറവിൽ നിന്ന്, ദൈവത്തിന്റെ നിറവ്. അതുകൊണ്ടാണ് ഞാൻ ഈ എഫെസ്യർ 3-ാം അധ്യായം 19-ാം വാക്യം കൂടി എടുത്തത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളോ നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ എല്ലാ നിറവിനോളോ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപയുടെ ആ വ്യാപാരം അല്ലെങ്കിൽ വർധനവുണ്ടാകണം എന്നാണ് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഇത് മനസ്സിലാക്കിയെടുത്തത് യോഹന്നാൻ അവിടെ പഠിപ്പിച്ചിരുന്നു, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച്. അത് മനസ്സിലാക്കും തോറും പൗലോസ് പറയുകയാണ്, ഈ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നിറവ് എന്നുള്ളത് കൃപയാണ്. അതുകൊണ്ടാണ് കൃപയെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അർത്ഥം കൃപ എന്നുള്ളത് പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് കൃപായുഗം എന്ന് ഇവിടെ നാം ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സത്യവചനത്താൽ കൃപായുഗത്തിലാണ് നാം ഭൂമിയിലായിരിക്കുന്നത്. എന്നതിനു വേണ്ടിയാണെന്നുള്ളത് ആരാധനയുടെ ബന്ധത്തിൽ നമ്മളത് മനസ്സിലാക്കും. എന്നാൽ അതിന്റെ ഒരു
ചെറിയ ഒരു ഔട്ട്ലൈൻ ഇട്ട് ഇപ്പോൾ പോകുന്നത് തുടർന്നുള്ള പഠനത്തിന് സഹായമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഈ കൃപ എന്താണ് എന്നുള്ളത് പലപ്പോഴും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃപയുടെ ബഹുത്വം, കൃപ വർദ്ധിക്കും തോറും ആരാധന വർദ്ധിക്കും, ദൈവസ്നേഹം വർദ്ധിക്കും. കൃപ ലഭിക്കും തോറുമാണ് നമുക്ക് ആരാധനയുടെ വർധനവുണ്ടാകുന്നത്, ദൈവസ്നേഹമുണ്ടാകുന്നത്. ദൈവകൃപയില്ലെങ്കിൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നവർക്കാണ് ആരാധനയുടെ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്നത്. അതേക്കുറിച്ച് സങ്കീർത്തനം 5-ാം അധ്യായം 7-ാം വാക്യം കൂടി എടുത്ത് ഇന്ന് രാത്രി ചിന്തിക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. നമ്മൾ ആ സങ്കീർത്തനം വായിച്ച് പോകാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥമായ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ പഴയ നിമിഷന്മാർക്കത് മനസ്സിലാകത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ദൈവകൃപ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആരാധന വ്യത്യസ്തമായിരിക്കുന്ന ആരാധന. 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ഈ കൃപ എന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ദൈവകൃപയുടെ ബഹുത്വം വർധനവുണ്ടാകുമ്പോഴാണ് ഭക്തിയോടെ ആരാധിക്കാൻ സാധിക്കുന്നത്. അത് അപ്പോൾ കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരമാകുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹത്തിൽ ആരാധിക്കുന്ന യഥാർത്ഥമായ സത്യനമസ്കാരികളെ ഉളവാക്കിയെടുക്കാൻ വേണ്ടിയാണ് വചനം ജഡമായി ലോകത്തിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ പാർത്തത്. അവൻ മുഖാന്തരമായി സത്യനമസ്കാരികളെ ലോകത്തിൽ ഉളവാക്കിയെടുക്കാൻ വേണ്ടിയായി. അതിന് മുമ്പുണ്ടായിരുന്ന ആരാധനകൾ പാരമ്പര്യത്തിന്റെ ആരാധനകളായിരുന്നു, ന്യായപ്രമാണത്തിന്റെ ആരാധനകളായിരുന്നു. ആരാധനയെ നമുക്ക് 3ആയി വിഭജിച്ച് ചിന്തിപ്പാൻ സാധിക്കും. 3 ആരാധനക്കാരുണ്ട്. ഒന്ന്, നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സത്യത്തിന്റെ ആരാധനക്കാർ. 2, ബോഷ്കിന്റെ ആരാധനക്കാർ. 3, ന്യായപ്രമാണത്തിന്റെ ആരാധനക്കാർ. ഈ 3 വിധത്തിലുള്ള ആരാധനയാണ് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ബോഷ്കിന്റെ ആരാധന അത് പൈശാചികമായിട്ടുള്ള ആരാധനകളിൽ പെടുകയാണ്, ബോഷ്കിന്റെ ആരാധന. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അത് അക്ഷരത്തിന്റെ ആരാധനയായിരുന്നു, അക്ഷരമായിരുന്നു. അവർക്ക് പ്രമാണത്തിലുള്ള ആരാധനയാണ്. ഒന്ന് പറയുന്നത് മോശ മുഖാന്തരം എന്ത് ചെയ്തു? ന്യായപ്രമാണം ലഭിച്ചു. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഇത് വെളിപ്പെടുത്തിയിട്ട് ഈ കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തുവും തുടർന്ന് സത്യനമസ്കാരികളോടുള്ള ബന്ധത്തിൽ എന്താണ് എന്നുള്ളത് ഇവിടെ 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്ന കൃപയുടെ ബഹുത്വത്തിൽ ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവിനെ ധാരാളമായി ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആത്മീയ ആരാധന, പുതിയ നിയമ ആരാധന വെളിപ്പെടുവാൻ കഴിയാത്ത ഒന്ന്. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പോൾ അവർക്ക് വിശുദ്ധ മന്ദിരത്തിന് നേരെ ചെന്ന് ഭക്തിയോടെ ആരാധിക്കാനേ കഴിയത്തുണ്ടായിരുന്നു. അതെങ്ങനെയുള്ളവർക്കായിരുന്നു? സാധാരണ ഒരു യഹൂദനെ സംബന്ധിച്ചല്ല. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ നിന്റെ കൃപ എന്റെ മേൽ ധാരാളമായി പകരുമ്പോൾ എനിക്ക് ഭക്തിയോടെ നിന്റെ ആലയത്തിലേക്ക് നേരെ ചെന്ന് നിന്നെ ആരാധിപ്പാനായിട്ട് എനിക്ക് കഴിയും. ഈ ആരാധന
കൃപയുടെ വ്യക്തിത്വത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടി പഴയ വിശുദ്ധന്മാർ കാത്തിരുന്നു. അല്ലാതെ സാധ്യമാക്കി തീർത്തത് യേശുക്രിസ്തു മുഖാന്തരമാണ്. സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 74-ാമത്തെ വാക്യം കൂടി ഇതിനോട് നമുക്ക് വായിക്കുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വെളിപ്പാട് നമുക്ക് ലഭിക്കും. എന്റെ 74-ാം വാക്യത്തില് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടുമാകും. മാറ്റമില്ലാത്ത വാക്തത്വമായിരുന്നു കൃപയുടെ ആത്മാവിനെ നൽകി കൃപയോടെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഈ ഭൂമിയിൽ ഉളവാക്കി എടുക്കുമെന്നുള്ളത്. ഇതിലൊക്കെ ആഴമേറിയ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ വെറുതെ ആരാധന എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ആരാധനയല്ല, കൃപയുടെ ബഹുത്വം ആ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് അത് ധാരാളമായി പകരുന്ന. കഥ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ അത്യധികമായി നിങ്ങൾക്ക് നൽകി. അല്ലെ കർത്താവിനെ എനിക്ക് ഭക്തിയോടെ ആരാധിക്കണം, കൃപയിൽ എന്നെ നിറയ്ക്കണമേ, കർത്താവിയെ കൃപയുടെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം തന്റെ കൃപയുടെ ആത്മാവിനാൽ നിറച്ചെടുത്ത് അവരാണ് ദൈവത്തെ കൃപാസനത്തിന്റെ അടുത്ത് എന്ന് ആരാധിക്കുന്നത്. കൃപയുടെ വിരുദ്ധത്തിൽ പഴയ ഭക്തനായിരിക്കുന്ന ദാവീദിന് വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നേരെ ചെന്ന് പ്രാർത്ഥിപ്പാനേ കഴിയത്തില്ലായിരുന്നെങ്കിൽ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരിൽ പാർത്തത് ആ നിറവിലേക്ക് തികഞ്ഞു വരുന്ന ദൈവമക്കളെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ഭയം കൂടാതെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ ആരാധന. ഇവിടെ അത് വെളിപ്പെടുത്തി രേഖപ്പെടുത്തി യോഹന്നാൻ എഴുതുമ്പോൾ ഇത് മറഞ്ഞിരിക്കുന്ന പ്രധാന മർമ്മം ഇതാണ്. ഞാൻ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന ദൗത്യം. അതാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ. ന്യായപ്രമാണം എന്താ പറയാ? പഴയ നിയമത്തിന്റെ ആരാധനയെ കുറിച്ച് പറയാം. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു ലഭിച്ചു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ആത്മാവാം ദൈവത്തെ തന്റെ പുത്രൻ താൻ ജഡത്തിൽ വചനമായിരിക്കുന്ന ദൈവം ജഡത്തിൽ വന്നപ്പോൾ, മനുഷ്യദർശനായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കവനെ വെളിപ്പെടുത്തി തരുവാക്കിടയാത്തത്. കൃപയുടെ നിറവ്, സത്യത്തിന്റെ നിറവ്, സമാധാനത്തിന്റെ നിറവ്, സന്തോഷ നിറവ്, അങ്ങനെ പരിജ്ഞാന നിറവ്, അങ്ങനെ നിറവാണ് നമ്മുടെ കർത്താവനാണ് സകലത്തിന്റെ നിറവ്. അവനാണ് സകലത്തിന്റെയും സകലതോഴിൽ ഗുപ്തമായിട്ടിരിക്കുന്നെന്ന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗീയമായിരിക്കുന്നതെല്ലാം ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. ആ നിറവാണ് ഇവിടെ ഭൂമിയിലേക്ക് വന്നത്. അവന്റെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ പറയാ, നമുക്കെല്ലാവർക്കും പറഞ്ഞു. അത് ആദ്യം ലഭിച്ചത് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രമായിരുന്നു അല്ലെ. അവിടെ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേർക്ക് മാത്രമായിരുന്നു കൃപയുടെ ആത്മാവിനെ കൃപമേൽ കൃപ പ്രാപിച്ചത് ലഭിച്ചത്. എന്നാൽ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയോട് ഇന്ന് രാത്രി ദൈവം ചോദിക്കുക. അന്ന്
മർക്കോസിന്റെ മാളികമുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് 101 പേരിലാ ലഭിച്ചെങ്കിൽ അത് വളരെ വേഗത്തിൽ വ്യാപരിച്ച് അനേകർക്ക് കൃപമേൽ കൃപ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആരാധന, സത്യാരാധന കൂട്ടങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടയായിട്ടു. എന്നാലും 21-ാം നൂറ്റാണ്ടിൽ നാം ഏതാത്മാവിലാണ് ആരാധിക്കുന്നത്? കൃപയുടെ സത്യത്തിന്റെ ആത്മാവിലാണോ ആരാധിക്കുന്നത്? അത് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് ഇന്ന് സഭയിൽ നിന്ന് പ്രസംഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുടിയുറവിൽ നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ പശ്ചാത്തലമാണോ എന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിലുള്ളത് എന്നുള്ളത് ഇന്ന് രാത്രിയിലൊന്ന് പുനർചിന്തനം ചെയ്യുന്ന ഒന്നായിരിക്കും. അവിടെ ഈ യേശുക്രിസ്തു വെളിപ്പെടുത്തി പറയുകയാണ്, പഴയ നിയമത്തിന്റെ അത് ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് ലഭിച്ചത്. എന്നാൽ മോശിക പ്രമാണം അത് വിശുദ്ധ മന്ദിരത്തിന്റെ അരികെ പോയി നിൽക്കാനേ പറ്റിയുണ്ടായിരുന്നുള്ളൂ. കൃപാസനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നപ്പോൾ, ആ കൃപയും സത്യവും നമ്മുടെ കയ്യിൽ വന്നപ്പോൾ, ആ കൃപയാൽ കൃപ ലഭിച്ചതുകൊണ്ട് നമ്മളെ സത്യത്താൽ വിശുദ്ധീകരിച്ച് ആ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തേക്ക് അടുത്തേക്ക് ചെല്ലുവാൻ കാരണബോധനായി തീർന്നത് വചനം ജഡമായി തീർന്ന ക്രിസ്തു മുഖാന്തരമാകുന്നുവെന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ സാക്ഷീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രധാന മർമ്മം. അവനെ പിതാവാം ദൈവത്തെ പ്രധാന ക്രിസ്തു വെളിപ്പെടുത്തിയെന്നാണ് ആമുഖത്തിൽ ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമായി ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ ഒരാകത്തുകയാണ് തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രിയത്തെ കുറിച്ച് ഈ കൃപ ലഭിച്ചിരിക്കുന്ന വിഷയങ്ങൾ എടുത്ത് നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ നമുക്കത് തന്നെ പിന്നെ അതേ സമയം ചിന്തിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് തുടർന്നുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സങ്കീർത്തനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം എടുത്ത് പ്രകാരം പറഞ്ഞത്, ഞാൻ ഒന്നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ജാലയത്തിലേക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം ലഭിച്ചവരായിരുന്നു പഴയ വിശുദ്ധന്മാർ. അവർക്കത് ലഭിച്ചപ്പോൾ അവര് ആ കൃപയുടെ വർധനവുണ്ടായതുകൊണ്ട്, ദൈവമായി ബന്ധമുള്ളത് കൊണ്ട് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ദാവീദ് പറയുക, നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. പഴയ നിയമത്തിൽ സഖരിയാവിന്റെ ലൂക്കോസ് സുവിശേഷത്തിൽ ആത്മനിറവിൽ സഖരിയ പറയുകയാണ്, നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകേണ്ടതിന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ ചെയ്ത സത്യവും എന്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടുമാകും. കൃപയ സത്യം തെരഞ്ഞെടുക്കുന്ന ക്രിസ്തു ജനിക്കുമെന്നുള്ളത് അത് സഖരിയ പ്രസ്താവിക്കുകയാണ്. നമുക്ക് കൃപ നൽകുന്നത് വരെയാക്കമല്ല, അത് കർത്താവിന് മാത്രം നൽകാൻ കഴിയത്തുള്ളൂ. അപ്പൊ കൃപ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വേണ്ടിയാണ്. നമ്മളെ കൃപയുടെ ആരാധനക്കാരാക്കി മാറ്റി. രാത്രിയത്തെ പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവകൃപ എന്നെ ഒരു സത്യ സാധാരണക്കാരിയാക്കി മാറ്റി അല്ലേ? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതല്ലേ മറ്റുള്ള ബോഷ്കിന്റെ ആരാധനയിൽ നിന്ന്, പാരമ്പര്യ ആരാധനകളിൽ നിന്ന് നമുക്ക് മാറ്റം ലഭിച്ച് നാം കൃപയുടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്ത തേജസ് നിറയുവാനെത്തിരും, ബലം പകരപ്പോടെത്തിരും, ധൈര്യമുണ്ടാകുവാനിടയെത്തിരും. അതോടെ പറയുന്നത് ധൈര്യത്തോടു കൂടെ, ബലഹീനതയോടു കൂടിയല്ല, ക്ഷീണത്തോടു കൂടിയല്ല, ആത്മാവിൽ കൃപയുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്ന ഒരു വലിയ ആത്മീയ ശക്തിയുണ്ട്. അതിനെയാണ് കൃപയുടെ ആത്മാവിന്റെ ആരാധന. അത് കുതിപ്പിന്റെ ശക്തിയായി മാറും. അതാണ് പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ കാണുന്ന കുതിപ്പിന്റെ ശക്തി. അത് ലഭിക്കാനിടയാത്തത് നമ്മെ ലോകത്തിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന് കാണിക്കുകയാണ്. എന്താണ് കുതിച്ചുയരുന്നതിന്റെ ശക്തി? എന്താ കാണിക്കുന്നത്? അതിന്റെ അർത്ഥം
മൺപൊടികളിൽ ദൈവകൃപ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളതല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മെ ഉയർത്തുന്ന ആ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ പെന്തക്കോസ്തിന്റെ ആരാധന വെളിപ്പെടുന്നത്. അവിടെ കൃപയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ഉയരത്തിലേക്ക് പോകാനുള്ള വ്യഗ്രതയോടെ അകത്തെ മനുഷ്യൻ വെമ്പൽ കൊള്ളുന്നതിനെയാണ് ചലനാത്മകമായ ആരാധന എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും എന്താണ് അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി എന്നുള്ളത്. നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുക. അത് നാം അവിടെ ചെന്ന് ആരാധിക്കും. എവിടെ നമ്മൾ ചെന്ന് ആരാധിക്കുന്നത് എവിടെയാണ്? വെളിപ്പെടുത്തല പറഞ്ഞിരിക്കുക. അവസാനിച്ചിരിക്കുന്നത് കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് നാം എന്ത് ചെയ്യും? പിതാവാം ദൈവത്തിന്റെ സിംഹാസനഭാഗം നമസ്കരിച്ച് ആരാധിക്കും. അതിന് നമ്മെ പ്രാപ്തന്മാരാക്കുന്നത് ദൈവകൃപയാണ്. നാം സാറാബിയുടെ ആരാധനയെ കുറിച്ച് കേൾക്കുമ്പോൾ രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മറിച്ചുകൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ആർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുഖം മറയ്ക്കാതെ ദൈവത്തിൽ നിൽക്കാൻ കഴിയത്തില്ലെന്നാണ്. ദൈവസഭയുടെ ശ്രേഷ്ഠമേറിയിരിക്കുന്ന പദവിയെത്തുന്ന കൃപയിൽ നിറഞ്ഞുള്ള ദൈവമക്കൾ അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സാറാബുകൾ പുറകോട്ട് മാറുകയും ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന പുത്രത്വം പ്രാപിക്കുന്നവർ അവനെ മുഖം കണ്ടവനെ ആരാധിക്കും. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുടെ ആ കൃപയുടെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുകൊണ്ട് രാത്രി പഠനം ഞങ്ങളെ ഇവിടുന്ന് ഉയർത്തുന്ന ഒരു ശക്തിയുണ്ട്. അത് ഞങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചലനം ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സത്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. അതേ, യേശു കർത്താവ് വരുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടാനുള്ളവരാണ് എന്നുള്ളതാണ് കൃപയുടെ ആത്മാവിൽ ആരാധിക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിന്റെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ. ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു, എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു പറയുമ്പോൾ ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ആരാധന കണ്ടിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ്. ഇന്നിങ്ങനെ ഈ നിറഞ്ഞതുള്ളി ആരാധിക്കുന്നതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുന്ന കൃപയാണ്. രാത്രിത്തെ അവർക്ക് പറയാൻ സാധിക്കും. അതെ, കൃപയുടെ ബഹുത്വത്താൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്ന് ആരാധിക്കാനായി കഴിഞ്ഞു. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധമാകുന്ന വാഗ്ദത്തത്തിന്റെ ആത്മാവനാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കൃപ മുഖാന്തരമായി നമുക്കൊരു പ്രത്യേകതയുണ്ട്. നാം അവനോട് കൂടെ സിംഹാസനത്തിലിരിക്കാനുള്ള വലിയ പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മെ കൃപയുടെ ആത്മാവിൽ നിറച്ചെടുത്ത് ആ നിറവിലേക്ക് നയിക്കുന്ന ക്രിസ്തുയേശുവാകുന്ന നിറവായിരിക്കുന്ന അവന്റെ കൃപ ഇന്ന് രാത്രിയിൽ നമ്മളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭൗമികമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സോഴ്സുമായിട്ടല്ല, ദൈവമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകത്തിലുള്ള ഏതെങ്കിലും ഭൗതികമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സോഴ്സുമായിട്ടല്ല. എന്നാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലെ ആത്മീയ നന്മയുടെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവന്റെ നിറവിൽ നിന്നാണ് നാം നിറവ് പ്രാപിച്ച് നാം ദിവസങ്ങളിൽ മുന്നേറുന്നത് എന്നാണ് ഈ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിൽ അന്നത്തെ വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയത്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ
അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തെ ആരുമെന്നാൾ കണ്ടിട്ടില്ലെങ്കിൽ നാം അവനെ മുഖാമുഖം കാണും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതിനെ കാരണമാക്കുന്നത് നിറവായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് നമ്മെ നിറയ്ക്കുവാൻ വേണ്ടി അവൻ കാൽവറിയിൽ മരിച്ചതുകൊണ്ട് ആ നിറവിൽ നിന്നാണ് നമുക്ക് മേൽക്കുറവ് ലഭിച്ചുകൊണ്ട് നാം ആത്മീയ ആരാധനക്കാരായി സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമ്മളിൽ പകർന്നിരിക്കുന്ന കൃപയുടെ അത്യന്തമായ ശക്തിക്കായി ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ ആമുഖം എഴുതിയതിനു ശേഷമായി എന്താണ് പഴയ നിയമത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ സാക്ഷീകരിച്ചത്, അവന്റെ സാക്ഷീകരിച്ചത് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ ഒന്നുകൂടി വളരെ വ്യക്തമായി അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയതിന്റെ 19 വാക്യങ്ങൾ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടത് യഹൂദന്മാർ യെരൂശലേമെന്ന പുരോഹിതന്മാരിൽ ലേവ്യരെ അവന്റെ അടുക്കൽ അയച്ചപ്പോ അവന്റെ സാക്ഷ്യമെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു. എവിടേക്ക് അയച്ചത്? യോഹന്നാൻ എവിടെ ആയിരുന്നപ്പോഴാണ് അയച്ചത്? ആരെയാണ് അയച്ചത്? അപ്പൊ യോഹന്നാനോട് ചോദിപ്പാൻ വേണ്ടി യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് തെരഞ്ഞെടുത്തയച്ചത് പുരോഹിതന്മാരെ ലേവ്യരെ. ഈ പുരോഹിതന്മാരെ ലേവ്യരും പഴയ നിയമത്തിന്റെ പ്രമാണത്തിൽ അറിവുള്ളവരായതുകൊണ്ട് യോഹന്നാന്റെ അടുക്കൽ, യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് തെരഞ്ഞെടുത്ത് ഇവിടെ അയക്കുക. യോഹന്നാൻ എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് 28 വാക്യത്തിലാണ്. ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബേഥാനിയയിൽ സംഭവിച്ചു. ബേഥാനിയ എന്ന സ്ഥലത്തേക്ക് യെരൂശലേമിൽ നിന്ന് യഹൂദന്മാർ പുരോഹിതന്മാരിൽ ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചു. ഇങ്ങനെ ഈ ഒരു ദേശത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ മരുഭൂമിയിൽ നിന്ന് ഒരുത്തൻ വന്നു, അവനൊട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും മരയിൽ തോൽവാറ് ചുറ്റിയവനായി മരുഭൂമിയിൽ സംസാരിക്കുന്ന, മരുഭൂമിയിൽ വന്നവനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പഴയ നിയമത്തിന്റെ വചനങ്ങളെ എടുത്ത് തിരിച്ചുകൊണ്ട് സ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാർ മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി അവർ അയച്ചത് ബേഥാനിയ എന്ന യോർദാൻ അക്കരെയുള്ള സ്ഥലത്ത് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ യഹൂദന്മാർ പുരോഹിതന്മാരിൽ ലേവ്യരെ അയച്ചത്. അവർ ചെന്നിട്ട് ചോദിച്ചു. അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്നേറ്റു പറഞ്ഞു. അപ്പം എന്താണ് അടുക്കള അവർ വന്ന് ചോദിച്ചു, നീ ആരാണെന്നാണ് ചോദിച്ചത് അല്ലെ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരാ? എന്താ നിനക്ക് അധികാരം എന്നുള്ള ചോദ്യമാണ് അവൻ ചോദിച്ചത്. അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്നവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത് എന്നവർ ചോദിച്ചു. നീ ഏലിയാവോ എന്നവനോട് ചോദിച്ചേന്. അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. യോഹന്നാനോട് 3 ചോദ്യം ചോദിച്ചത്, നീ ക്രിസ്തുവാണോ? പിന്നെ പറഞ്ഞല്ല. രണ്ടാമത്തെ ചോദ്യം, നീ ഏലിയാവാണോ? അവർ പറഞ്ഞല്ല. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, നീ ആ പ്രവാചകനാണോ? യോഹന്നാൻ പറഞ്ഞു അല്ല. യഹൂദന്മാർ കാത്തിരുന്നത് 3 കാര്യങ്ങൾക്ക്. അവർ ഇന്ന് കാത്തിരിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി. അവരിപ്പോഴും കാത്തിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോഴും ഏലിയാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോഴും അവർ ആ പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്നു. ആ പ്രവാചകൻ ഇപ്പം ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. ഏലിയാവിനെ കുറിച്ച് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു. ഏലിയാവ് ആരാണ്? ഒരുപാട് ഏലിയാവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞെങ്കിലും, അത് യോഹന്നാൻ പറഞ്ഞെങ്കിലും കഥ പറഞ്ഞു അത് അവൻ ഏലിയാവ് തന്നെയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയായിട്ടുള്ളൂ. അല്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രവാചകം എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ പ്രവാട്ടൊന്നുമില്ല. ഇവരോട് ചോദിച്ചപ്പം ആണെന്നൊന്നും പറയുന്നില്ല. ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു, ഏലിയാവല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ പ്രവാചകനുമല്ല എന്ന് പറഞ്ഞു. ഈ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ച് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ആ പ്രവാചകൻ എന്നുള്ളത്. ഇവിടെ വേദസം പഠിക്കുന്ന, ചിന്തിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ലെങ്കിലും യുവജന പഠനമായതുകൊണ്ട് അതേക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമല്ലോ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-19 വാക്യങ്ങളെ ഉദ്ധരിച്ചാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതിലെ ഓരോ കാര്യങ്ങളും
വളരെ കരുതലോടെ വായിച്ച് പഠിച്ച ഒരു കൂട്ടം ജനമായിരുന്നു യഹൂദന്മാർ. അവർക്ക് ലഭിച്ച പ്രമാണം അവര് ഒരു കൂട്ടം ആൾക്കാർ വളരെ കരുതലോടെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ക്രിസ്തുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഏലിയാവിനെ കുറിച്ചും പ്രവാചകനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. ഇവര് വന്ന് ചോദിച്ചത് ലേവ്യരും പുരോഹിതന്മാരും വന്ന് ചോദിച്ച 3 ചോദ്യമാണ്. നീ ക്രിസ്തുവാണെന്ന് ചോദിച്ചവനല്ലാന്ന് പറഞ്ഞു, ഏലിയാവാണെന്ന് ചൊല്ലാന്ന് പറഞ്ഞു. പിന്നെ അവർ വിചാരിച്ചു ആ പ്രവാചകനായിരിക്കും. 18-ാം അധ്യായം അവരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. കളവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോറേബിൽ വെച്ച് യോഗം കൂടിയ നാളിൽ എന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ യഹോവ എന്നോട് അളിച്ചെന്നാൽ അവർ പറഞ്ഞതുപോലെ ശരി, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആ പ്രവാചകൻ പറയുമ്പോൾ ഒരു ഹോറേബിൽ വെച്ച് വലിയ തീ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ച് വാക്കുപോലും കേൾക്കാൻ കഴിയത്തില്ല. അവനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കഥാ പറഞ്ഞില്ല, സംസാരിക്കത്തില്ല. നീ തീയുടെ നടുവിൽ നിന്ന് എന്നോട് സംസാരിക്കരുതെന്നാൽ മോശയെക്കൊണ്ട് പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. ആ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതിനെ അത് കർത്താവിന്റെ ആത്മാവിൽ ദൈവസഭ സ്ഥാപിതമായ ശേഷമായി ആ പ്രവാചകൻ ആരായിരുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ അസന്നിഗ്ധമായി യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു. അവർ യോഹന്നാനോട് ചോദിച്ചു, പഴയ പ്രവാചകൻ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല. അവൻ പറഞ്ഞു, ഞാനല്ല, ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ ആ പ്രവാചകനല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നു, യേശുവായിരുന്നു എന്നുള്ള പ്രവാചകനായിരുന്നു എന്നുള്ളത് ഇവിടെ 3-ാം അധ്യായം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും എന്റെ സന്തതിയിലായിരിക്കും. അപ്പോൾ അന്ന് അവർ സംസാരിച്ചത് എല്ലാം യേശു ക്രിസ്തുവിന്റെ കാലത്തെ കുറിച്ചാണ്, പുതിയ നിയമത്തെ കുറിച്ചായിരുന്നു അവരെല്ലാം സംസാരിച്ചത്. അപ്പോൾ മോശ സംസാരിച്ചത് ക്രിസ്തുവിന്റെ കാലത്തെ കുറിച്ചായിരുന്നു. നിങ്ങളുടെ മധ്യത്തിൽ നിന്ന്, നിങ്ങളുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അതെ, സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് മോശയെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, സകല മനുഷ്യരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, യഹൂദന്മാർ അവിടെ എല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോൾ അവിടെ ഇടയിൽ ഒരുവനെ പോലെ ആരും അറിയാത്തവനായി യേശു ഉണ്ടായി. ആ യേശു ആണ് യഥാർത്ഥമായ പ്രവാചകനെന്ന് യോഹന്നാന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പിൽക്കാലത്തെ പരിശുദ്ധന്മാരുടെ നിറവിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു. ഇവിടെ ആ സഹോദരന്മാരിൽ നിന്ന് എഴുതിപ്പിച്ചതിന്റെ തെളിവാണ് 26-ാം വാക്യം. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, നിങ്ങൾ അറിയാത്തൊരുത്തൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുവാൻ പിതാവാൻ ദൈവം
തന്റെ പുത്രനെ പഴയ പ്രവാചകനായിരിക്കുന്ന യോഹന്നാന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. അതിന്റെ അർത്ഥം പിതാവാകുകയും തന്റെ പുത്രനെ അഭിഷേകം ചെയ്യുന്നത് സഹോദരന്മാരുടെ ഇടയിൽ നിന്നായിരുന്നു. ദാവീദിനെ സഹിത സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അഭിഷേകം ചെയ്തതുപോലെ യഥാർത്ഥത്തവർക്ക് മർമ്മം മനസ്സിലാകും. ദാവീദിനെ പോലെ, മോശയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പ്രത്യേക അഭിഷേകമായി മോശയെ ഉപയോഗിച്ചു. ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ തച്ചന്റെ മകനായി എല്ലാവരും കണക്കാക്കിയ യേശു, അവൻ ദൈവത്തിനായിരുന്നു, സാക്ഷാൽ ദൈവമായിരുന്നു. എന്നാൽ വചനം നിവർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോൾ ആരും അറിയാതെ ആരാണെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ അവിടെ ഇടയിൽ ഒരു നിൽക്കുന്നുണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ ഈശായുടെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കും. ഇസ്രായേലിന്റെ ദൈവപ്രകാരമുള്ള രാജാവിനെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ പിതാവാൻ ദൈവം തന്റെ പുത്രനെ കണ്ടിരുന്നത് യഹൂദ ആ ജനസമൂഹത്തിന് നടുവിൽ ആരും അറിയാത്ത ഒരു നിൽപ്പുണ്ടായിരുന്നു. അത് മോശ പറഞ്ഞ ആ പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ രാജാവായിരുന്നു. അവനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുവാൻ ദൈവം അവിടേക്ക് അയച്ചത്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ ഒരു ചെരുപ്പിന്റെ വേറയിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല എന്നുത്തരം പറഞ്ഞു. യോഹന്നാനക്കരെ യോഹന്നാൻ സാധനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന വേദനയിൽ സംഭവിച്ചു. അപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതുപോലെ യഹൂദയും മറ്റുള്ള ദേശങ്ങളെല്ലാം വന്നപ്പോൾ യോഹന്നാനക്കരെ വേദനകൾ ഒത്തുകൂടിയപ്പോൾ അതിന്റെ നടുവിൽ ആരും അറിയാത്തൊരു നിൽപ്പുണ്ടായിരുന്നു. രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതെ, ആരും അറിയാത്ത ഇടങ്ങളിൽ നിന്ന് എന്നെ നിങ്ങളെയൊക്കെ വേർതിരിപ്പാനിടയാത്തു, ദൈവത്തെ കോയാവരിപ്പാനിടയാത്തു. ആരും അറിഞ്ഞിരുന്നില്ല എന്നെ നിങ്ങളെയും. ദാവീദിനെ ആർക്കും അറിയാൻ കഴിയത്തില്ലായിരുന്നു. ഒരിടെ ഇരുന്ന് രാജാവിനെ അഭിഷേകം ചെയ്യുന്ന എടുത്തതുപോലെ ക്രിസ്തുവിന്റെ സഹോദരന്മാരിടുന്ന പ്രവാചകൻ സഹോദരന്മാരിൽ എഴുന്നേൽപ്പിച്ചതുപോലെ അതെ, എന്നെ നിങ്ങളെ കർത്താവ് ലോകത്തിന്റെ നിന്ന് കണ്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രി എല്ലാ കണ്ണും തിരിച്ചറിയപ്പെട്ടാട്ട് അതെ, ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ലെങ്കിലും നമുക്കറിയാം നാം ആരാകുന്നു. പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരെക്കാൾ, പഴയ നിയമത്തിന്റെ എല്ലാ ശ്രേഷ്ഠന്മാരെക്കാൾ നമ്മെ ശ്രദ്ധ നൽകി നമ്മെ മാനിച്ചുയർത്തിയ ദൈവത്തിന്റെ രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അത് അന്ന് യോഹന്നാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത് ഒരുപാട് പേര് വന്നപ്പോൾ എന്റെ നടുവിൽ യേശു നിന്നത് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അഭിഷേകത്തിന്റെ നിറവോടെ സകലത്തിന് നിറവായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു.